മഹാത്മാഗാന്ധി നമ്മളിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാനാണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മഹാത്മാഗാന്ധി അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. സ്വാതന്ത്ര്യ സമരം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാരാണ്, ഗാന്ധിജിയാണ്. ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജി ജനിച്ചതെന്നാണ്? ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2 അറ്റ് പോർബന്തറിലാണ് ജനിച്ചത്. ബർത്ത് പ്ലേസ് ഓഫ് ഗാന്ധിജി ആൻസർ പോർബന്തർ, ഗുജറാത്ത്. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് കോൾഡ് ഗാന്ധിജി ആസ് ഫാദർ ഓഫ് നേഷൻ. ഫാദർ ഓഫ് നേഷൻ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുപോലെ തന്നെ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ കോൾഡ് ഗാന്ധിജി ആസ് ഗുരുദേവ്. അതുപോലെ പറയുകയാണെങ്കിൽ സരോജിനി നായിഡു കോൾഡ് ഗാന്ധിജി ആസ് മിക്കി മൗസ്. സരോജിനി നായിഡു ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം. ഫസ്റ്റ് സത്യാഗ്രഹ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ. ആൻസർ ചമ്പാരൻ സത്യാഗ്രഹ ഇയർ 1917. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ലീഡർ ഓഫ് ഖേദ സത്യാഗ്രഹ ആൻഡ് അഹമ്മദാബാദ് സത്യാഗ്രഹ. അഹമ്മദാബാദ് സത്യാഗ്രഹത്തിൻ്റെയും ഖേദ സത്യാഗ്രഹത്തിൻ്റെയും നേതാവാരാണ്? ഗാന്ധിജിയാണ്. വർഷം 1918 കേട്ടോ, 1918. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി ഫൗണ്ടഡ് സബർമതി ആശ്രമം അറ്റ് ഗുജറാത്ത് ഓൺ 1915. 1915 ഗാന്ധിജി സബർമതി ആശ്രമം എവിടെ സ്ഥാപിക്കുകയുണ്ടായി? ഗുജറാത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ഗാന്ധിജി ഫൗണ്ടഡ് സേവാഗ്രാമാശ്രമം ഓൺ 1936 അറ്റ് മഹാരാഷ്ട്ര. ഗാന്ധിജി 1936 സേവാഗ്രാമാശ്രമം എവിടെ സ്ഥാപിച്ചു? മഹാരാഷ്ട്രയിൽ സ്ഥാപിക്കുകയുണ്ടായി. ഗാന്ധിജി വിസിറ്റഡ് കേരള അറ്റ് 5 times. ഗാന്ധിജി 5 തവണ കേരള സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജി ലാസ്റ്റ് വിസിറ്റഡ് കേരള ഓൺ 1937 റിലേറ്റഡ് ടു ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഗാന്ധിജി അവസാനമായിട്ട് കേരളം സന്ദർശിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ആര് വിളിക്കുകയുണ്ടായി? ഗാന്ധിജി വിളിക്കുകയുണ്ടായി. ഗാന്ധിജി കോൾഡ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആസ് മിറാക്കിൾ ഓഫ് മോഡേൺ വേൾഡ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ആര് വിളിച്ചു? ഗാന്ധിജി വിശേഷിപ്പിക്കുകയുണ്ടായി ക്ഷേത്രപ്രവേശന വിളംബരത്തെ. അതുപോലെ ഗാന്ധിജിയുടെ പേര് നോബൽ സമ്മാനത്തിനായിട്ട് നോമിനേറ്റ് ചെയ്ത വർഷം 1937 ആണ്. ദ നെയിം ഓഫ് ഗാന്ധിജി നോമിനേറ്റഡ് ഫോർ നോബൽ പ്രൈസ് ഓൺ 1937. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മതഗ്രന്ഥം ഏതാണ്? ഭഗവത്ഗീതയാണ്. ഗാന്ധിജി വാസ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ റിലീജിയസ് ടെക്സ്റ്റ് ഭഗവത്ഗീത. അതുപോലെ പറയുകയാണെങ്കിൽ ഗാന്ധിജി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകം ഏതാണ്? ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച നാടകം ഏതാണ്? രാജാ ഹരിശ്ചന്ദ്രയാണ്. ഗാന്ധിജി വാസ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഡ്രാമ രാജാ ഹരിശ്ചന്ദ്ര. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെ. പൊളിറ്റിക്കൽ ഡിസൈപ്പിൾ ഓഫ് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ശിഷ്യനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ തന്നെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗാന്ധിജി 5 പ്രാവശ്യം നമ്മുടെ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഗാന്ധിജിയുടെ ഇന്ത്യയിൽ നടത്തിയ അവസാനത്തെ സമരം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതുപോലെ ലാസ്റ്റ് സ്ട്രഗിൾ ഓഫ് ഗാന്ധിജി ഇൻ ഇന്ത്യ. ആൻസർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഓൺ 1942. ഗാന്ധിജി മരിച്ചത് എന്നാണെന്ന് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണെന്ന് അറിയാമോ? ആരാണ്? ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തനാൽ ഗാന്ധിജി വെടിയേറ്റ് ഗാന്ധിജി ഇഹലോകവാസം വെടിയുകയായിരുന്നു.
ബാപ്പുജി എന്നറിയപ്പെടുന്ന ആരാണ്? ഗാന്ധിജി. ഗാന്ധിജി ഈസ് നോൺ ആസ് ബാപ്പുജി. അതുപോലെ ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ ഗാന്ധിയും ഗോഡ്സെയും ഒരു ബുക്കാണ്. ഗാന്ധിയും ഗോഡ്സെയും എഴുതിയതാരാണ്? എൻ കൃഷ്ണ വാര്യർ. ദ ബുക്ക് ഗാന്ധിയും ഗോഡ്സെയും വാസ് റിട്ടൺ ബൈ എൻ കൃഷ്ണ വാര്യർ. ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, ഓട്ടോബയോഗ്രഫി ഓഫ് ഗാന്ധിജി, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അതുപോലെ ഗാന്ധി ജയന്തി എന്നാണ് ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ഓൺ October 2. അതുപോലെ തന്നെ നമ്മൾ രക്തസാക്ഷി ദിനം, മാർട്ടേഴ്സ് ഡേ എന്നാണ് പറയുമ്പോൾ, എന്നാണ് January 30. രക്തസാക്ഷി ദിനം January 30.